പറ്റില്ല. നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്വാമി. വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടി കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഇവർക്ക് കൊടുക്കട്ടെ. അഭിഷേകം ചെയ്യുന്നത് ഇവരായാലും മതി. അങ്ങനെ മതി സ്വാമി. ഓരോ കുടം വെള്ളമെടുത്ത് അഭിഷേകം ചെയ്യുമ്പോഴും നിങ്ങൾ അവിടെ കാണുന്ന മണി അടിക്കണം. മോളെ, നിനക്ക് 31 കുടം വെള്ളം എടുക്കാൻ പറ്റൂ? എന്താ അങ്കിൾ ഇങ്ങനെ ചോദിക്കുന്നേ? കൈലാസിന്റെ കല്യാണം നടക്കാൻ വേണ്ടി എനിക്ക് ഇത്രയൊക്കെ ചെയ്തൂടെ? ഞാൻ ഇപ്പോഴേ കുളത്തിലേക്ക് പോവാം. മോളെ, കുടം അവിടെ ഉണ്ട്, വേഗം കോരി തുടങ്ങിക്കോളൂ. നമുക്ക് ബാക്കി ഏർപ്പാടുകളൊക്കെ ചെയ്യാം. വരൂ. കൈലാസിന് ഊരും പേരും അറിയാത്തൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. എന്നാലും എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ല. എന്നിട്ട് പരിഹാരം ചെയ്യാൻ ഞാൻ വേണം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ആന്റി, ഇങ്ങോട്ട് വരണ്ട. പടവുകളില് നല്ല വഴുക്കലുണ്ട്. മോനെ, നീ പോയി മുക്തയെ സഹായിച്ചേ. ചെല്ലിപ്പോ. അയ്യോ അയ്യോ, അയ്യോ, സൂക്ഷിച്ചു കൊണ്ടുവാ. മോളെ, ആന്റി, നീ എങ്ങനെയാ വീണത്? ആന്റി, വെള്ളം എടുക്കാൻ പോയപ്പോ കാല് സ്ലിപ്പായി വീണതാ. അയ്യോ, എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇനി എനിക്ക് വെള്ളം കോരി എടുക്കാൻ പറ്റില്ല. അപ്പോ പരിഹാരം എങ്ങനെ? അയ്യോ, സത്യമായിട്ടും ഇത്തവണ ഞാനല്ല ബോൾ അടിച്ചത്. ഞാൻ ബോൾ എടുക്കാൻ വന്നതാ. എന്തായാലും വിഷമിച്ച് നിൽക്കുന്നേ? പരിഹാരം ചെയ്തില്ലേ? പരിഹാരം ചെയ്യാൻ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ ആരുമില്ല മോളെ. സീതയെ കൊണ്ട് പറ്റില്ല, അവൾക്ക് തീരെ വയ്യ. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എന്താ, ഇവളെ കൊണ്ട് ചെയ്യിച്ചൂടെ? അടികൂടാനൊക്കെ വലിയ ആവേശമായിരുന്നല്ലോ. ഈ ആരോഗ്യം നല്ലതിന് വല്ലത് ഉപയോഗിക്കാൻ നോക്ക്. അവള് വെള്ളം എടുക്കാൻ പോയതാ, പക്ഷെ വഴിക്ക് വീണു. ആ, ദൈവം ഉണ്ടെന്ന് ഇതിനേക്കാളും വലിയ തെളിവൊന്നുമില്ല. ശരി, നിങ്ങള് ഞങ്ങളുടെ ശ്രീകണ്ഠേശ്വരനെ വിശ്വസിച്ച് വന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം. അല്ല, ആർക്കു വേണ്ടിയാ ഈ പരിഹാരം? എന്റെ മോൻ കൈലാസിന് കല്യാണം ഒന്നും ശരിയാവുന്നില്ല. ഈ അമ്പലത്തിൽ പരിഹാരം ചെയ്താൽ എല്ലാം ശരിയാവുന്ന ജ്യോത്സ്യര് പറഞ്ഞത്. ഓ, സാറിനാണോ? നിങ്ങള് പേടിക്കൊന്നും വേണ്ട. പരിഹാരം ചെയ്താൽ ഉടനെ സാറിന്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കും. വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് ശ്രീകണ്ഠേശ്വരൻ. ഡാഡ്, ഞാൻ പറഞ്ഞില്ലേ, ഷീസ് എ വെരി നൈസ് ഗേൾ. എന്താ പാറു, ഇവര് വീണ്ടും പ്രശ്നത്തിന് വന്നയാണോ? ഇവർക്കൊരു സഹായം വേണ്ടി വരുന്ന തോന്നുന്നു.
ആ മുഹൂർത്തം കഴിയും മുമ്പ് 31 കുടം വെള്ളം കുളത്തിൽ നിന്നും എടുത്ത് ശിവലിംഗത്തിനടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണം. എന്നാലേ പരിഹാരം പൂർത്തിയാവും. അത്രേ ഉള്ളൂ, ഞാൻ റെഡിയാ. പാറു ഒരു കാര്യമേറ്റ അത് നടത്തിയിരിക്കും. നിങ്ങൾ വന്ന് പൂജയുടെ കാര്യം നോക്കിക്കോളൂ. മോളെ, ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. മോളെ കൊണ്ട് 31 കുടം വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ സമയം നോക്കിയാ മതി, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. ദാ പിടിക്ക്, നീ പോയി കളിച്ചോ. ഓം ത്രയംബകം ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം നിർവാരുകമയോടെ. മോളെ, 30 കുടം വെള്ളം ആയിക്കഴിഞ്ഞു. ഇനി ഒരേ ഒരു കുടം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ ഇനി 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സാറ് പേടിക്കണ്ട, കൃത്യസമയത്ത് തന്നെ ഈ പരിഹാര കർമ്മം തീർന്നിരിക്കും. പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല മോളെ, വിട്ടുകളാ. ഇല്ല, ഞാൻ കൊണ്ടുവന്നോളാം. സൂക്ഷിച്ച്. പേടിക്കണ്ട, ഞാൻ വരാം. വേഗം കയറി വാ മോളെ.